സോ CET ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൻ്റെ കോളേജ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും വളരെ കൃത്യമായിട്ട് കാണാം ഇതിൻ്റെ കട്ട് ഓഫ്, പ്ലേസ്മെൻറ്റ്, ബ്രാഞ്ച്, ക്യാമ്പസ് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഏറ്റവും മോർ ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സോ ആദ്യം തന്നെ നമ്മളൊരു കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയണം. ആൻഡ് മോർ ബേസിക്കലി പറയാനുള്ള കാര്യം എന്നാൽ ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1939 ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള. കൃത്യമായിട്ട് മനസ്സിലായി, ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിൽ. പിന്നെ കീമിൻ്റെ അണ്ടറിൽ വരുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നത് കീമാണ്, JEE NEET ഒന്നുമല്ല, കീമിൻ്റെ അണ്ടറിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ്. കീമിൽ നിങ്ങൾ 130-140+ എഞ്ചിനീയറിംഗ് കോളേജാണ് കീമിൻ്റെ അണ്ടറിൽ വരുന്നത്, KTU അണ്ടറിൽ. അതിലൊരു ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റുന്ന, ഒന്നും നോക്കാനില്ലാണ്ട് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ CET ട്രിവാൻഡ്രം. കാരണം എല്ലാ കാര്യത്തിലും പ്ലേസ്മെൻറ്റ് ആയിക്കോട്ടെ, ക്യാമ്പസ് ലൈഫ് ആയിക്കോട്ടെ, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അവിടുത്തെ എക്സ്പോഷർ ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും CET ബെസ്റ്റാണ്, ഇൻക്ലൂഡിങ് ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് ക്യാമ്പസ്, എല്ലാ കാര്യങ്ങളും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജാണ്. അതെല്ലാവർക്കും അറിയാം, പ്യുവർ ഗവൺമെൻറ് കോളേജാണ്. മാനേജ്മെൻറ്റ് സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അലോട്ട്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ്ലി അലോട്ട്മെൻറ്റ് നമ്മുടെ സീൻ്റെ അലോട്ട്മെൻറ്റ് വഴി തന്നെയായിരിക്കും. പിന്നെ NIRF റാങ്കിങ് എന്ന് പറഞ്ഞാൽ 110 വന്നിട്ടുണ്ട്. സോ NIRF റാങ്കിങ് 95 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. കേരളത്തിലാകെ 2 കോളേജുകൾ 200 അണ്ടറിൽ NIRF റാങ്കിങ് വന്നിട്ടുള്ളത്. അതിലൊരു കോളേജാണ് നമ്മുടെ CET ട്രിവാൻഡ്രം. CET എന്ന് പറഞ്ഞാൽ സത്യം പറയല്ലോ ബേസിക്കലി 95-85 റേഞ്ചിലൊക്കെ NIRF റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കേൾക്കുന്നൊരു ചോദ്യമാണ് പൊളിറ്റിക്സ് ഉണ്ടോ. അപ്പോൾ CETയിൽ നല്ലോണം പൊളിറ്റിക്സ് ഉണ്ട്. അവിടെ പാർട്ടികളും യൂണിയൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പൊളിറ്റിക്സ് CET ട്രിവാൻഡ്രത്തിലുണ്ട്. ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് കോളേജിലും പൊളിറ്റിക്സ് ഉണ്ട്, അത് മനസ്സിലാക്കാം. നെക്സ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫാണ്. അതിനുശേഷം നമുക്ക് കട്ട് ഓഫും അതിൻ്റെ പ്ലേസ്മെൻറ്റും ബ്രാഞ്ച് ഡീറ്റെയിൽസും ഒക്കെ പറയാം. സോ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ബ്രാഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹൈലി യൂസ്ഫുൾ ആയിട്ട് ഒരു വാട്സപ്പ് ബോട്ടാണ് കോളേജ് ദോസ്തിൻ്റെ. ടീം 2024 നിങ്ങൾക്ക് വളരെ ഹെൽപ്പായിരിക്കും. സോ ഈ വീഡിയോ തന്നെ ഞാൻ ലാസ്റ്റ് റാങ്ക് കാണിക്കുന്നുണ്ട്, ഓരോ ബ്രാഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു വാട്സപ്പ് ബോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ കാരണം പറ്റേ ഇവിടുത്തെ മെയിൻ 2 ഫെസ്റ്റാണ് ധ്വനിയും ദൃഷ്ടിയും. ധ്വനി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റാണ്, അതേപോലെ തന്നെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ടെക് ഫെസ്റ്റാണ്. രണ്ടും അത്യാവശ്യം വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഫെസ്റ്റാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റായിട്ടും അതേപോലെ നല്ല ഇവൻറ്റ്സും കാര്യങ്ങളും, നല്ല പ്രോ ഷോസ്, നമുക്ക് നല്ല എക്സ്പോഷർ, കുറേ കാര്യങ്ങൾ വരുന്ന ഒരു കിഡിലൻ ഫെസ്റ്റുകളാണ് രണ്ടും, ധ്വനി ആൻഡ് ദൃഷ്ടി. CET എല്ലാ വർഷവും അത് ഏകദേശം നടത്താറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഫാൻറ്റാസ്റ്റിക്, ഒന്നും പറയാല്ല, സൂപ്പർ കാര്യങ്ങളാണ്. അപ്പോൾ അത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫെസ്റ്റിന് വരുന്നത്. ക്യാമ്പസ് ലൈഫ് ഞാൻ ഉദ്ദേശിച്ചത് ഫെസ്റ്റ് ഒന്നുമല്ല, അവിടുത്തെ സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളാണ്. ഗവൺമെൻറ് കോളേജ് ഒന്ന് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ട്. ക്യാമ്പസ് 4 മണിക്ക്, പൊതുവേ സാധാരണ കോളേജിൽ 4 മണി 5 മണിയാകുമ്പം അവിടുത്തെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ ലോക്കാവും. എന്ന് വെച്ചാൽ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ലാബിലും നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ സീറ്റിൽ ഒരു രാത്രി 9-10 വരെയൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, ഫാൻറ്റാസ്റ്റിക്കാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആൻഡ് മോർ ഓവർ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാമ്പസ് ഏരിയ വരുന്ന ഏകദേശം 200 ഏക്കേഴ്സോളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ്, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് CETൻ്റെ ഒരു ബേസിക് ക്യാമ്പസ് ലൈഫും അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളായി. ഇനി നമുക്ക് അതിൻ്റെ ബ്രാഞ്ച് കട്ട് ഓഫ്, അടുത്തെന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എത്ര റാങ്ക് വേണം CETയിൽ കിട്ടാമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, അത് കൃത്യമായിട്ട് പറയാം. സോ ഇനി നമുക്ക് CET ട്രിവാൻഡ്രത്തിലെ ബ്രാഞ്ചും അതിൻ്റെ കട്ട് ഓഫ് ഉദ്ദേശിക്കുന്നത് കീം 2023 തേർഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു റാങ്ക് വരെയായിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ ബ്രാഞ്ചുകൾക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ CETൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബ്രാഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ സയൻസിന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് CET തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട്. കാരണം 649 ആ ഒരു റേഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് തീരും CETയിലെ കമ്പ്യൂട്ടർ സയൻസ്. അത്രയും ഡിമാൻഡ് ആയിട്ടൊരു കോഴ്സ് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഈസിയും വളരെ ഈസി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് CETയിൽ എന്ന് വെച്ചാൽ 3 ഡിജിറ്റിൽ ഈസി ആൻഡ് CS at CET മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുക. കാരണം അത്രയും ഡിമാൻഡഡ് ആണ് ഈ 2 കോഴ്സ്. ഓക്കെ, 3 ഡിയിൽ കാണാൻ പറ്റും. അതേപോലെ GC തൃശ്ശൂരിലെ CS ഏകദേശം 900, 960, 800 ആ റേഞ്ചിലൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിനെ കാണാൻ പറ്റും 6730, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 2714, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു 1675 ഉണ്ടെങ്കിൽ ഏകദേശം ആ റേഞ്ച് റാങ്ക്, ഇതേ റാങ്ക് എന്നല്ല, ഇത് ചിലപ്പോൾ ഒരു 200-300 കൂടാം, ബാക്കി വേണമെങ്കിൽ കുറയാം, വേണം 1000 കൂടാം, 1000 കുറയാം, ഒന്നും പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ വർഷത്തെ റെഫറൻസ് ആണ്. എന്നാൽ ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കാം. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്
എഞ്ചിനീയറിംഗ് 10,195, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4,068. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റാങ്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഈ പ്ലേസ്മെൻറ്റിലേക്ക് പോകുന്നതിന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചസ് ഉണ്ട്. സോ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യും. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് കൂടുതലായിട്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. കൂടുതൽ നിങ്ങൾ വേണമെന്ന് സെർച്ച് ചെയ്തൊക്കെ ഞാൻ എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കലിൻ്റെ ഒരു കണക്ഷനൊക്കെ ഉണ്ടാവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളൊരു ബ്രാഞ്ചാണ് ഇത്. CET മാത്രമുള്ളൊരു ബ്രാഞ്ചാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. പക്ഷേ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ GEC കോഴിക്കോടിലുണ്ട്. സോ ഇനി നമുക്ക് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയാം. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1,500+ പ്ലേസ്മെൻറ്റ്സ് പ്ലസ് ഇന്റേൺഷിപ്പ്, അതേപോലെ 200+ കമ്പനീസ്, 2,200 ഓഫേഴ്സ്, 33 LP ആണ് ഹയസ്റ്റ് പാക്കേജ്. ഇതാണ് ഇവരുടെ വെബ്സൈറ്റിൽ പോയപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്നത് എന്നുവെച്ചാൽ കീമിൻ്റെ അണ്ടറിൽ വരുന്നത്, KTUവിൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്ന ഒരു കോളേജാണ്. അത്യാവശ്യം നല്ല പാക്കേജസും നല്ലൊരു ആവറേജ് പാക്കേജ് ഏകദേശം ഒരു 6 to 7 ആ റേഞ്ചൊക്കെ തന്നെ വരാറുണ്ട്. അത്യാവശ്യം നല്ല ആവറേജ് പാക്കേജൊക്കെ വരുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് CET ട്രിവാൻഡ്രം. അപ്പോൾ കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നത് 1,500+ വെറും പ്ലേസ്മെൻറ്റ്സ് കൂടെ ഇന്റേൺഷിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഇതൊക്കെയാണ് ഇവിടെ വരുന്ന കമ്പനീസ്. ഇത്രയോളം കമ്പനീസ് വന്നതാണ് ഇവിടെ, ഇത്രയും കമ്പനീസ്. കാരണം അത്രയും നല്ല സ്ട്രോങ് അലൂമിനീസ് ഉണ്ട് ഇവർക്ക്. അത്രയും നല്ല ഇവിടെ പാസ് ഔട്ടായി പോയവർ തന്നെ അത്യാവശ്യം നല്ല നല്ല കമ്പനീസിലൊക്കെ എത്തിപ്പെട്ടവരുണ്ട് കുറേ പേര്. നോക്കാം, ഇതിൽ തന്നെ നമ്മൾ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒറാക്കിൾ കാണാൻ പറ്റും, മിന്ത്ര കാണാൻ പറ്റും, ഫ്ലിപ്കാർട്ട് കാണാൻ പറ്റും, ആമസോൺ കാണാൻ പറ്റും. ആമസോൺ എന്നൊക്കെ ഏകദേശം 32 lakh LP ഒക്കെ ഇതിന് മുൻപും കിട്ടിയിട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. സ്വിഗ്ഗി, അതേപോലെ തന്നെ മോട്ടറോള, അങ്ങനെ കുറേ കമ്പനീസ് നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് വായിക്കാം. നല്ല നല്ല ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ഇഷ്ടം പോലെ വന്നിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് CET ട്രിവാൻഡ്രം. ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് വരും. അത് ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, എല്ലാ ബ്രാഞ്ചിലും നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിൽ സെറ്റും മൈൻഡ് സെറ്റും ഒക്കെ ആ സമയത്ത് നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം, നമുക്ക് ആ പ്ലേസ്മെൻറ്റ്സ് നേടിയെടുക്കാനുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ലാസ്റ്റ് 5 years 1,500 സ്റ്റുഡൻസിനെ ഒരു പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഏകദേശം എത്തിച്ചിട്ടുണ്ട്. അതേപോലെ 200+ കമ്പനീസും 33 LP ആണ് ഹയസ്റ്റ് പാക്കേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ CET ട്രിവാൻഡ്രത്തിലെ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിനെ കുറിച്ച് പറഞ്ഞു, ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ടെന്ന്, ഏതൊക്കെ എത്ര ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞു, പ്ലേസ്മെൻറ്റ് പറഞ്ഞു, ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷനും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് CETൻ്റെ ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടി. ഇനിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലോങ് കോളേജ് റിവ്യൂവിന് പകരം ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ഡൗട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത കോളേജ് ഏത് വേണം നിങ്ങൾ പറയാം. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. It's for you, not for me.